അല്ല, ഞാന് വീണ്ടും തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, ഈ ഗൗതം മൽഹോത്രയുടെ ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനി അല്ലാതെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും മദ്യം നിർമ്മിക്കുന്ന ഒരു കമ്പനി ഇതിനെക്കുറിച്ച് അറിയുകയോ അപേക്ഷ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്താ ഇവര് മാത്രം ഈ കാര്യം അറിയാനുള്ള സാഹചര്യം? ഇവര് മാത്രം എന്താണ് ഗവൺമെന്റിന്റെ നയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ എലപ്പള്ളി പഞ്ചായത്തിൽ ഈ 26 ഏക്കർ സ്ഥലം വാങ്ങി ഇവര് കോളേജ് തുടങ്ങാനാണെന്ന് പറഞ്ഞ് തുടങ്ങിയത്? അതിന്റെ ഉത്തരവ് എന്താ? സമ്പത്ത് സാർ അത് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇവിടെ പുട്ടിന് പീര ചേർക്കുന്ന പോലെ പറയുന്നത് തൊഴിലവസരങ്ങൾ. നമ്മൾ 1,00,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദുബായ് ഇന്റർനാഷണൽ സ്മാർട്ട് സിറ്റി അവസാനം അവൻ പോയി കഴിഞ്ഞപ്പോൾ 87.5% അവന്റെ മുതൽ മുടക്കിന്റെ നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ഇപ്പോ അവര് തിരിച്ചു പോകുന്നത്. ഈ 1,00,000 തൊഴിലവസരം എങ്ങോട്ട് പോയി കൊട്ടിഘോഷിച്ചത്? അപ്പോ ഈ തൊഴിലവസരം എന്നൊക്കെ പറയുന്നത് ഇത് ആപേക്ഷികമായി ഇങ്ങനെ ഈ ചർച്ചകളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ തിരിച്ചൊരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കുന്നു. ഈ തൊഴിലവസരം ഇപ്പൊ നമ്മൾ കിട്ടുമെന്ന് പറഞ്ഞു. ഈ ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്തെ തൊഴില് എന്ന് പറയുന്നത് വൈറ്റ് കോളർ ജോബൊന്നുമല്ല. അതിന്റെ അകത്ത് പ്ലാന്റ് കുഴിക്കാനുള്ളതുണ്ട്, ഇല്ലെങ്കിൽ അതിന്റെ അകത്ത് കഴുകാനുണ്ട്, ബോട്ടിൽ കഴുകാനുണ്ട്. ഇപ്പൊ ഈ തൊഴിലുകളൊക്കെ നമ്മുടെ നാട്ടിൽ ആരാ ചെയ്യുന്നത് ജമീഷെ? ഇതൊക്കെ ബംഗാളിൽ നിന്ന് വന്നിരിക്കും. ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ സമ്പത്തിന് അതിനകത്ത് പ്രതിഷേധം ഉണ്ടാകും. ഇത് ഒക്കെ നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള തൊഴിലുകളൊക്കെ ചെയ്യുന്നത് അന്യ സംസ്ഥാനം അല്ലെ ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന ആളുകളാണ്. ഇവരിപ്പോ 600 പേർക്ക് തൊഴിലവിടെ, അല്ലെ 2,500 ആളുകൾക്ക് പ്രത്യക്ഷമായ തൊഴില് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് തരം തൊഴിലുകളാണ് ഈ നാട്ടിൽ ആളുകൾക്ക് ഉറപ്പാക്കാനായിട്ട് പോകുന്നത്? അവിടെ ഏതായാലും കളക്ടറുടെയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെയോ ഒന്നും ജോലികളല്ലല്ലോ ഉള്ളത്. ഈ ജോലികൾ ചെയ്യാൻ ഇപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ ആളുകളില്ല എന്നുള്ള അവസ്ഥയിലാണ് ഈ ബംഗാളികളും ഇല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ തിങ്ങിക്കയറുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ആ തൊഴിലിന്റെ കാര്യത്തിലേക്കുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു. തൊഴില് മനുഷ്യന് കിട്ടാനായിട്ട് ഈ മദ്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണോ നമ്മുടെ നാട്ടിൽ തുടങ്ങേണ്ടത്? അങ്ങനെയാണോ? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോൾ തൊഴിലവസരങ്ങൾ ലഭിക്കാനായി ഉണ്ടാകേണ്ട സ്ഥാപനം മദ്യവുമായി ബന്ധപ്പെട്ടതാണോ? നിശ്ചയമായിട്ടുമല്ലല്ലോ. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. അഴിമതി. ഈ കാര്യത്തിൽ അഴിമതി ഉണ്ട് എന്നുള്ളത്, അഴിമതി ഉണ്ടായത് കൊണ്ടാണല്ലോ ഡൽഹി ഗവൺമെന്റിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് മനീഷ് സിസോഡിയയും അതിനുശേഷം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജയിലിൽ പോയതിനോടൊപ്പം ജയിലിൽ കഴിയുകയും ആ ജയിൽവാസത്തിന് കാരണക്കാരനായ ഈ ആള് ഗൗതം മൽഹോത്രയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ അഴിമതി ഇല്ല എങ്കിൽ ഇത് ഞങ്ങൾക്കല്ലല്ലോ ബോധ്യപ്പെടാത്തത്. ഞങ്ങൾക്ക് ഈ കാര്യമൊക്കെ ബോധ്യപ്പെട്ടു. സമ്പത്ത് സാർ പറഞ്ഞ മുഴുവൻ കാര്യവും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇത് CPI-കാരന് ബോധ്യപ്പെടുന്നില്ലല്ലോ. ജനതാദൾ സെക്കുലറുകാർക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ. അവരൊക്കെ എന്താണ് ഇതിനെതിരെ തർക്കവുമായിട്ട് വന്നിരിക്കുന്നത്? ഇനി ഞാൻ സമ്പത്ത് സാറിനെ ഈ ജലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്ലാച്ചിമട, അതായത് പെരുമാട്ടി പഞ്ചായത്ത് അവിടുന്ന് 12 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ പെരുമാട്ടി പഞ്ചായത്തിലെ ജലചൂഷണത്തിനെതിരെ നടന്ന സമരം, ആ സമരത്തിൽ ശ്രീ VS അച്യുതാനന്ദനെ പോലെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത്? ജലചൂഷണം അവസാനിപ്പിക്കണം. ആ ജലചൂഷണം അവസാനിപ്പിക്കണമെന്ന കാര്യം പറഞ്ഞ് അതൊരു നയമാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ അവർ പറയുന്നു മദ്യ കമ്പനി വരുമ്പോൾ ഇവിടെ ജലചൂഷണം ഉണ്ടാവത്തില്ല, ഇവിടെ ഞങ്ങൾ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ മഴവെള്ള സംഭരണി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ജലം കൊടുക്കും. ഞാൻ അങ്ങയോട് ഒരു കാര്യം ചോദിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബ്രൂവറികളും ഡിസ്റ്റിലറികളും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ കാലത്ത് തുടങ്ങിയതാണ്, അതിന് അന്നത്തെ കാലത്ത് ടെൻഡർ ഒന്നും വിളിച്ചിട്ടില്ല. സാർ, പണ്ട് KSRTC-യിൽ ആളെ എടുക്കുന്നതിന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്താൽ മതി. സർവീസ് സഹകരണ ബാങ്കുകളിൽ കഴിഞ്ഞ 15 കൊല്ലം മുമ്പ് വരെ നിയമനം നടത്തണമെങ്കിൽ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരെ വേണേലും നിയമിക്കാം. ഇപ്പൊ അത് പറ്റുമോ? നമ്മൾ 25 കൊല്ലം മാറിക്കഴിഞ്ഞപ്പോൾ സാർ, അന്ന് ഇതിന് ടെൻഡർ ക്ഷണിച്ചില്ല, കൊട്ടേഷൻ ക്ഷണിച്ചില്ല, ഇല്ലെങ്കിൽ മറ്റ് കമ്പനികളെ അറിയിച്ചില്ല, അങ്ങനെ തുടങ്ങിയതുപോലെ മതിയോ? ഇപ്പോൾ നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് സുതാര്യത വേണ്ടേ? ആ സുതാര്യത ഇല്ല എന്നുള്ള കാര്യം അത് എന്തുകൊണ്ട് അങ്ങ് അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഡിസ്റ്റിലറികളും ബ്രൂവറികളും അതിന്റെ മുഴുവൻ കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ പ്രവർത്തിക്കുന്ന കമ്പനികൾ പലതും 60%. ഇപ്പൊ പാലക്കാട്ടെ തന്നെ മലബാർ ഡിസ്റ്റിലറി അടച്ചുപൂട്ടിയിരിക്കുക. എന്താ കാരണം? വെള്ളം കൊടുക്കാനില്ല. ഇപ്പൊ ഇവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറത്തുള്ള മലബാർ ഡിസ്റ്റിലറി അടച്ചുപൂട്ടിയിരിക്കുന്നു. 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം വേണ്ടത്, കൊടുക്കാനില്ലാത്തതുകൊണ്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പോ കേരളത്തിലുള്ള ബ്രൂവറികളും ഡിസ്റ്റിലറികളും എന്ന് തുടങ്ങി അതിന്റെ ലൈസൻസ് അല്ല വിഷയം.
അവരുടെ കപ്പാസിറ്റിക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള ഉൽപാദനക്ഷമതയ്ക്ക് അനുസരിച്ചുള്ള ഉൽപാദനം നടക്കുന്നുണ്ടോ? കേരളത്തിൽ എത്രയാണ് ഇതിന്റെ ആവശ്യകത, എത്രയാണ് ഇപ്പോൾ ഉള്ളത്, ഇനി എത്ര കുറവുണ്ട്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം കേരളത്തിൽ നടക്കുന്നുണ്ടോ? ജമീഷ്, എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? മന്ത്രി ഇങ്ങനെ ഓരോ കാര്യം പറയുന്നു, അവിടെ മന്ത്രിസഭ അംഗീകരിച്ചു, ഇവിടെ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ എക്സൈസ് കമ്മീഷണറെ ആലോചിച്ചു. അതല്ലാതെ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം കേരളത്തിൽ ഇനി എത്ര ഇത് ആവശ്യമുണ്ട്, എത്രയാണ് നിലവിലെ കപ്പാസിറ്റി, എന്തുകൊണ്ട് കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുന്നില്ല, എന്തുകൊണ്ട് മലബാർ ഡിസ്റ്റിലറി അടച്ചുപൂട്ടിയിരിക്കുന്നു, ഈ കാര്യം